നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിലേക്ക് സ്വാഗതം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപ്പാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് വരികളിൽ പല സ്വഭാവത്തിലും ഉള്ള മനുഷ്യരെ പറ്റിയാണ് കവി വർണ്ണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള മറ്റ് ചില അഹങ്കാരം പറ്റി നിൽക്കുന്ന ചില ആൾക്കാരെ പറ്റിയാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള വരികളിൽ കവി പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. പണ്ഡിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂ എന്നും ചിലർ. ബ്രഹ്മണ്യം കൊണ്ടു കൊന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്കെ എന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. ജീവിതത്തിൽ അഹങ്കാരം മാത്രം ഉള്ള ചില ആൾക്കാരെക്കുറിച്ചാണ് കവി വർണ്ണിച്ചത്. ഇവിടെ പറയുന്നത്, വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നത് ചിലർ. നാം വന്ദിക്കേണ്ട മഹത് വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ നിന്ദിച്ച് അവരെ കുറ്റം പറയുന്നതാണ്. ചിലർ നടിക്കുന്നത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ തങ്ങളുടെ ചൊൽപ്പടിക്കാണെന്ന് ആണ് ചില ബ്രാഹ്മണരുടെ വിശ്വാസം, അവരുടെ ചിന്ത. മുൻപ് ഞാൻ സൂചിപ്പിച്ചു, ഈ കൃതി എഴുതുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥകളൊക്കെ വളരെ കൊടികുത്തി വാണിരുന്നൊരു സമയത്താണ് ഈ കൃതി രചിക്കപ്പെട്ടത്. അതാണ് ബ്രാഹ്മണരെയും മറ്റുള്ളവരുടെയും പേരെടുത്ത് ജാതി ഇതൊക്കെ പറയുന്നത് ആ രീതിയിലെടുക്കുക. ചിലരുടെ ഭാവം കണ്ടാൽ സാക്ഷാത് ബ്രഹ്മാവിനേക്കാൾ ബ്രാഹ്മണ്യം തങ്ങൾക്കാണ് ഉള്ളതെന്ന് തോന്നും. അർത്ഥത്തിലുള്ള ആശ മുഴുത്തിട്ട്, അർത്ഥങ്ങൾ സമ്പാദിക്കുന്നതിനുള്ള ആശ മുഴുത്തിട്ട് ചിലർ പുകഴ്ത്തി പറയാൻ വേണ്ടി അഗ്നിഹോത്രാദി യോഗങ്ങൾ വരെ അനുഷ്ഠിക്കുന്നു. എല്ലാം അർത്ഥസമ്പാദനത്തിന് വേണ്ടിയാണ് അഗ്നിഹോത്രാദി യാഗങ്ങൾ വരെ ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ രീതിക്കനുസരിച്ചാണ് നാം ഇത് കാണേണ്ടത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിലും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സമയമുണ്ട്. തങ്ങളാണ് ഏറ്റവും അഭിവന്ദ്യർ എന്ന അഹങ്കാരം കൊണ്ടാണ് ചിലർ വന്ദ്യന്മാരെ നിന്ദിക്കുന്നത്. മാത്രമല്ല, ദൂത് പറയുവാനായി കൗരവ സദസ്സിലെത്തിയ ത്രൈലോക്യവന്ദ്യനായ ഭഗവാനെ ദുര്യോധനൻ നിന്ദിച്ച കഥ പ്രസിദ്ധമാണല്ലോ. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് രാജ്യം കുറച്ചെങ്കിലും കൊടുക്കണം പാണ്ഡവർക്കെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ കൗരവസഭയിൽ ദൂത് പോയപ്പോൾ ഭഗവാനെ നിന്ദിച്ച ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കഥ. ആ ദുര്യോധനൻ്റെ അനുയായികൾ ഇപ്പോഴും ധാരാളമുണ്ട്. ഇനി ചിലരാകട്ടെ തങ്ങളാണ് ഈ ലോകത്തിൻ്റെ തന്നെ കടിഞ്ഞാൺ പിടിക്കുന്നതെന്ന, ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മളാണ്, ഞാനാണെന്ന ദുരഭിമാനത്തോടു കൂടി വർത്തിക്കുന്നവരാണ്. തങ്ങളിലെ ബ്രാഹ്മണ്യം ബ്രഹ്മാവിനെ പോലും അതിശയിപ്പിക്കുന്നതാണെന്നാണ് ചില ബ്രാഹ്മണരുടെ ദുരഭിമാനം വ്യക്തമാക്കുന്നത്. ഈ വരികളിൽ കൂടി ഒരു ബ്രാഹ്മണനായ കവി ദുരഭിമാനമുള്ള ബ്രാഹ്മണരെ ശരിക്കും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കവി പൂന്താനം നല്ലൊരു ബ്രാഹ്മണനാണ്, പൂന്താനം നമ്പൂതിരി. അദ്ദേഹം ദുരഭിമാനമുള്ള നമ്മൾ കുഞ്ചൻ നമ്പ്യാർ ചെയ്തതുപോലെ ആക്ഷേപഹാസ്യത്തിലൂടെ ബാക്കിയുള്ളവരെ പരിഹസിച്ച് അവരെ കാര്യം പറഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ പൂന്താനം അങ്ങനെയുള്ളവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിലർ അഗ്നിഹോത്രാദി യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് തങ്ങളുടെ ധാടി കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇപ്രകാരമുള്ള യജനകർമ്മത്തെ മേൽപ്പത്തൂർ ഭട്ടതിരിയും അസാധൂകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ രചനയും വളരെ പൂന്താനവും മെൽപ്പത്തൂരുമൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഈ ആളുകളെപ്പറ്റി പറഞ്ഞത് മനസ്സിലായി കാണും. പല രീതിയിലുള്ള മനുഷ്യരുണ്ട്, ഭക്തി അഭിനയിക്കുന്നവരുണ്ട്, ജീവിതത്തിന് വേണ്ടി മാത്രം ശാന്തികർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ പല രീതിയിലുള്ള മനുഷ്യരെപ്പറ്റി കവി വർണ്ണിക്കുകയാണ്. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം അടുത്ത വരികളുമായി നോക്കാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ശുഭദിനം ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ശുഭസുദിനം.